ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, കീഴം സെൻറ് തോമസ് ധ്യാന കേന്ദ്രത്തിൻ്റെ തിരുവചനാഗ്നി സുവിശേഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ സുവിശേഷത്തിനേറെ പ്രാധാന്യമുണ്ട്. പക്ഷേ അത് ക്രിയ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾ കേൾക്കുന്നവർക്കും ഈ സമൂഹത്തിനും അറിയാവുന്നതാണ്. നമുക്കിന്ന് യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അതിനകത്ത് 2-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിൽ ഉണ്ട് എന്ന ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്ത വണ്ണം പലരും വന്നുകൂടി. അവർ അവനോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവർ ഇരുന്ന സ്ഥലത്തിൻ്റെ മേൽക്കൂര പൊളിച്ചു തുറന്നു. പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവൻ ആരെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ചു. അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുന്നു എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുകയെ പുറപ്പെട്ടു. കർത്താവിൽ പ്രിയരെ, നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് ചുരുക്കം സമയം നമുക്ക് ചിന്തിക്കാം. യേശു ക്രിസ്തുവിൻ്റെ സന്നദ്ധിയിലേക്ക് തളർന്നു കിടക്കുന്നവനെ എടുത്തുകൊണ്ട് വരുന്ന 4 പേരെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു ക്രൈസ്തവ ദൗത്യമാണ്. ഒരു ദൈവശാസ്ത്ര പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: എ ക്രിസ്ത്യൻ ഈസ് വൺ ഹു ഈസ് കൺസേൺഡ് അബൌട്ട് ദി അതർ മാൻ. ആ തളർന്നു കിടക്കുന്നവനെ എടുക്കേണ്ട ദൗത്യം ഒരു ക്രൈസ്തവനുണ്ട്. ആ തളർന്നു കിടക്കുന്നവനെ എടുക്കുന്നത് തളരാത്ത 4 പേരാണ്. ഇന്ന് വിവിധ തരങ്ങളിൽ തളർന്നു കിടക്കുന്ന അനേകരെ നമുക്ക് സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും. മാനസികമായി തളർന്നു പോയവരുണ്ട്, ശാരീരികമായി തളർന്നു പോയവരുണ്ട്. മറ്റ് പ്രശ്നങ്ങൾ കൊണ്ട് തളർന്നു പോയ ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ട് അവർ തളർന്നു പോകുന്നു? മാനസികമായി തളർന്നു പോകുന്നത് പല കാരണങ്ങളുണ്ട്. അവർ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ആ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ, ആ കർത്താവിൽ നിന്ന് അകന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റു പ്രശ്നങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരും. പക്ഷെ നമുക്കതിനെയൊക്കെ തരണം ചെയ്യുവാൻ ആ വിശ്വാസമുണ്ട് എങ്കിൽ, വിശ്വാസത്തെക്കുറിച്ച് വിറ്റുപണ്ഡിതരിപ്പാട് പറഞ്ഞത് ഞാനിങ്ങനെ ഓർക്കുന്നു. വിശ്വാസത്തെ അദ്ദേഹം ഒരു ഊന്നുവടിയായിട്ട് ചിത്രീകരിക്കുന്നു. നമ്മുടെ കയ്യിലൊരു ഊന്നുവടിയുമുണ്ട്, ഒരു കൈവിളക്കുമുണ്ട്. ഈ കൈവിളക്ക് എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങളും മറ്റു നേട്ടങ്ങളുമൊക്കെയാണ്. ബൗദ്ധികമായ നേട്ടങ്ങൾ അനേകമുണ്ട്. ആ ഭൗതികമായ ആ നേട്ടങ്ങളിൽ അഹങ്കരിച്ചുകൊണ്ട് ആ വിളക്കിൻ്റെ പ്രകാശത്താൽ നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നു. പക്ഷെ ഒന്നും മറന്നു പോകരുത്, ലോകത്തിൻ്റെ നേട്ടങ്ങൾ കൊണ്ട്, ശാസ്ത്രത്തിൻ്റെ നേട്ടങ്ങൾ കൊണ്ട്, ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന വിളക്കുകൾ എന്നെങ്കിലും അണഞ്ഞു പോയേക്കാം. പക്ഷേ ആ വിളക്കണഞ്ഞു പോകുമ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകണം. ആ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ വിളക്കണഞ്ഞു പോകുമ്പോൾ, ലോകത്തിൻ്റെ വിളക്കണഞ്ഞു പോകുമ്പോൾ, ആ ഊന്നുവടിയാകുന്ന വിശ്വാസത്തിലേക്ക്
യേശുക്രിസ്തുവാകുന്ന ആ ഊന്നുവടിയിലേക്ക് മുറുകെ പിടിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും ആ തളർന്നു കിടക്കുന്നവനെ, ആ തളരാത്ത 4 പേരുടെ വിശ്വാസം എന്ന് പറയുന്നത്, അവർക്കുറച്ച വിശ്വാസമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ തിരുസന്നിധിയിലേക്ക് അവരെ എത്തിച്ചാൽ അവന് രക്ഷപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ മറ്റെങ്ങോട്ടേക്കും പോകാണ്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് അവനെ കൊണ്ടുവന്നത്. നമുക്കൊന്നാമത് പഠിക്കുവാനുള്ളത് എന്ന് പറയുന്നത് അവരുടെ വിശ്വാസം തന്നെയാണ്. അപ്പോൾ ഒരു ക്രൈസ്തവന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിനെ ആദ്യം കണ്ടെത്തുന്ന അപ്പോസ്തലൻ എന്ന് പറയുന്നത് അന്ത്രയോസ് ലീഹായാണ്. അന്ത്രയോസ് ലീഹ തൻ്റെ സഹോദരനായിരിക്കുന്ന പത്രോസിനെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതുപോലെ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ സഹോദരനെയും ആ സഹോദരിയെയും കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ള ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവിതം ഇവിടെ അവസാനിപ്പിച്ച് മടങ്ങിപ്പോകുമ്പോൾ കർത്താവ് ഇങ്ങനെ പറഞ്ഞാണ് പോകുന്നത്, നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല. ഞാൻ പോയാൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ ഞാൻ പോകുന്നു. പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. ആ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിട്ടാണ് കർത്താവ് മടങ്ങിപ്പോകുന്നത്. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കുവാൻ നമുക്ക് ആ കരുത്ത് എന്ന് പറയുന്നത് ആ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ആ വീണ് കിടക്കുന്നവനെ, തളർന്നു കിടക്കുന്നവനെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, യേശുക്രിസ്തു കഫർനഹൂം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് പത്രോസിന്റെ ഭവനമായിരുന്നു എന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ആ പത്രോസിന്റെ ഭവനത്തിൽ കൂടിയിരിക്കുമ്പോൾ അവിടെ വലിയ ഒരു ജനക്കൂട്ടം കൂടിയിരുന്നു. ആ വലിയ ജനക്കൂട്ടം ഉണ്ടായതുകൊണ്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് ആ തളർന്നു കിടക്കുന്നവനെ എത്തിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം, യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുവാൻ അവർക്ക് സാധിക്കാത്തത് കൊണ്ട് അവർ മേൽക്കൂര പൊളിച്ച് യേശുവിൻ്റെ സന്നിധിയിലേക്ക് ആ തളർന്നവനെ ഇറക്കി വെക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ടത്, തീർച്ചയായിട്ടും ഇതുപോലെ ആ തളർന്നു കിടക്കുന്നവനെ ചുമന്നുകൊണ്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇരിക്കുന്ന ജനക്കൂട്ടം മാറിക്കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ സഭകളിൽ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. യേശുവിൻ്റെ സന്നിധിയിൽ ഞാൻ പെട്ടു, ഇനി ആരെയും അങ്ങോട്ടേക്ക് കയറ്റണ്ട എന്നുള്ള ചിന്താഗതി തന്നെയായിരിക്കാം. ആ ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് അറിയുവാനായിട്ട് സാധിക്കും. നമ്മൾ വഴിയിൽ ഒരു ബസ് നോക്കി നിൽക്കുമ്പോൾ, ആ വഴിയിലൂടെ ബസ്സുകൾ നിർത്താണ്ട് പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ തന്നെയാണ്. തീർച്ചയായിട്ടും ഏത് നിർത്താത്ത ബസ്സും നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിർത്തണമെന്നാണ്. നമ്മൾ ആ ബസ്സിൽ കയറിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ചിന്താഗതിക്ക് മാറ്റമുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി ബസ് ഒരിടത്തും നിർത്തണ്ട. നമ്മളൊരു ക്രൈസ്തവൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ക്രൈസ്തവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് തൻ്റെ സഹോദരനെയും സഹോദരിയെയും കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ള ദൗത്യമാണ്. ആ തടസ്സങ്ങളൊക്കെയും അവർ മാറ്റി അവർ യേശുവിൻ്റെ ആ സന്നിധിയിലേക്ക്, ആ മേൽക്കൂര പൊളിച്ചുകൊണ്ടാണ് യേശുവിൻ്റെ സന്നിധിയിലേക്ക് അവരെ എത്തിക്കുന്നത്. നമ്മുടെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നതിന് അനേക തടസ്സങ്ങളുണ്ട് എങ്കിലും ആ തടസ്സമൊക്കെയും മറികടന്ന് യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുവാനുള്ള കടമയും കടപ്പാടും നമുക്കുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഡാവിഞ്ചി എന്ന് പറയുന്ന ചിത്രകാരൻ മനോഹരമായ ലാസ്റ്റ് സപ്പർ വരയ്ക്കുമ്പോൾ അദ്ദേഹം ചിത്രം അനേക വർഷങ്ങൾ കൊണ്ടാണ് വരച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. ചരിത്രങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, അദ്ദേഹം ചിത്രം വർഷങ്ങളുടെ പരിശ്രമങ്ങൾ കൊണ്ട് ചിത്രം വരച്ചു. അതിമനോഹരമായ ആ ലാസ്റ്റ് സപ്പർ വരച്ചു. അദ്ദേഹം വരച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും അഭിപ്രായം ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു, ചിത്രം മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ ആത്മസുഹൃത്തിനോട് ഇങ്ങനെ ചോദിച്ചു, ചിത്രം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ചിത്രം മനോഹരമായിരിക്കുന്നു. പക്ഷേ അദ്ദേഹം കൂട്ടിച്ചേർത്ത് ഇങ്ങനെ പറഞ്ഞു, ചിത്രം മനോഹരമായിരിക്കുന്നു, പക്ഷേ യേശുവിൻ്റെ മുമ്പിലിരിക്കുന്ന, ആ മേശയിലിരിക്കുന്ന യേശുവിൻ്റെ മുമ്പിലിരിക്കുന്ന ആ ചിത്രത്തിന് ആ കാസ എന്ന് പറയുന്നത് അതിമനോഹരമായിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ കാസായ്ക്ക് സ്വർണ്ണ നിറമായിരുന്നു.
ആ സ്വർണ്ണ നിറത്തിലിരിക്കുന്ന കാസ അതിമനോഹരമായിരിക്കുന്നത് കൊണ്ട് ആ ചിത്രത്തിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്, അതിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നതിന്, അതിന്റെ ആകർഷകത്വം എന്ന് പറയുന്നത് ആ കാസ ആയിരിക്കുന്നു. ആ ഡാവിഞ്ചി അദ്ദേഹം രാത്രി മുട്ടിന്മേൽ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവിന്റെ ചിത്രം മനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ കാസ അതിമനോഹരമായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് സഹിക്കുവാൻ സാധിച്ചില്ല. അദ്ദേഹം രാത്രി മുട്ടിന്മേൽ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയുവാനായിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് എങ്ങനെ വെളിപ്പെടുത്തി കൊടുത്തു. അദ്ദേഹം യേശുവിനേക്കാൾ ആകർഷകത്വം, യേശുവിനേക്കാൾ മനോഹാരിത ആ കാസായ്ക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന പോലെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അദ്ദേഹം ഒരു കാര്യം ചെയ്തു. ആ സ്വർണ്ണ നിറത്തിലുള്ള കാസ അദ്ദേഹത്തിന്റെ ആ സ്വർണ്ണ നിറത്തിലുള്ള പെയിന്റ് ആ ബ്രഷിന്മേൽ മുക്കിയതിനു ശേഷം ആ രാത്രി തന്നെ അദ്ദേഹം യേശുവിന്റെ ആ മേശയുടെ മുമ്പിലിരിക്കുന്ന, യേശുവിന് മറവായിരിക്കുന്ന ആ കാസ അദ്ദേഹം മാച്ചു കളഞ്ഞു. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, യേശു ക്രിസ്തുവിനേക്കാൾ മനോഹരമായിരിക്കുന്ന ഒന്നും ഈ ലോകത്തിൽ വേണ്ട. യേശുവിലേക്കുള്ള നോട്ടത്തിൽ, എൻ്റെ കർത്താവിങ്കിലേക്കുള്ള നോട്ടത്തിൽ തടസ്സമായി നിൽക്കുന്ന ആ കാസ അദ്ദേഹം മാച്ചു കളഞ്ഞുവെങ്കിൽ, എൻ്റെ യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഞാൻ സമീപിക്കുമ്പോൾ യേശുക്രിസ്തുവിലേക്ക് യാത്രയിൽ തടസ്സമായി നിൽക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, ആ തടസ്സത്തെ മാച്ചു കളയുവാൻ ആ ഡാവിഞ്ചി ചെയ്തതുപോലെ എൻ്റെ യേശുവിൻ്റെ മുന്നിലേക്ക് യാത്ര ചിന്തിക്കുമ്പോൾ, യേശുവിനെ ലക്ഷ്യമാക്കി ഞാൻ യാത്ര പോകുമ്പോൾ എന്ത് തടസ്സമുണ്ട് എങ്കിലും അത് മാച്ചു കളയണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോകുമെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. പത്രോസിന് പറ്റുന്നത് പോലെ, പത്രോസ് കടലിലൂടെ നടക്കുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിലൂടെ പഠിക്കുവാനായിട്ട് സാധിക്കും. ആ യേശു പത്രോസിനെ വിളിക്കുന്നു, നീ വെള്ളത്തിലൂടെ നടന്നു വരുവാനായിട്ട് വിളിക്കുന്നത്. യേശുവിനെ ലക്ഷ്യമാക്കി പത്രോസ് യാത്രയാകുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി പത്രോസ് യാത്ര പോകുമ്പോൾ ഒരു നിമിഷം പത്രോസിന്റെ കണ്ണുകൾ ആ സൈഡിലേക്ക് പോകുന്നു, കാറ്റടിക്കുന്നതിലേക്ക് പോകുമ്പോൾ ആ പത്രോസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുവായിരുന്നു. ആ യേശുവിലേക്ക് യാത്ര പോകുന്ന പത്രോസ് ഒരു നിമിഷം ആ സൈഡിലേക്ക് നോക്കിയപ്പോൾ ആ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നതായിട്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളൊന്ന് നോക്കണം, നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. യേശുവിനെ നോക്കി യാത്രയാകുമ്പോൾ യേശു മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ആ സൈഡിലേക്ക് പോകുമ്പോൾ, ആ കാറ്റടിക്കുന്നത് നോക്കുമ്പോൾ, ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ആ പത്രോസ് മുങ്ങിപ്പോകുന്നു. പക്ഷേ പത്രോസ് മുങ്ങിത്താഴുവാൻ കർത്താവ് സമ്മതിക്കുന്നില്ല. പത്രോസ് മുങ്ങിത്താഴുവാനായിട്ട് സമ്മതിക്കുന്നില്ല. പത്രോസേ എന്ന് വിളിച്ച് കർത്താവ് പത്രോസിനെ വിളിക്കുമ്പോൾ ആ കൈ നീട്ടി പിടിക്കുന്ന കർത്താവിനെ, സ്നേഹനിധിയായ ആ കർത്താവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവായിരിക്കണം, നമ്മൾ മറന്നു പോകരുത്. ഒരു എഴുത്തുകാരൻ ഇങ്ങനെ മനോഹരമായ ഒരു കപ്പൽ യാത്രയുടെ കഥ പറയുന്നുണ്ട്. ഒരു കപ്പൽ യാത്രയിൽ ഒരു കപ്പിത്താനും അനേക യാത്രക്കാരും ഉണ്ടായിരുന്നു. ആ കപ്പലിന്റെ യാത്രാ തുടക്കം ശാന്തമായിരുന്നു. ആ കപ്പൽ യാത്ര പോകുമ്പോൾ, ആ കപ്പലിൽ കുറെ യാത്ര ചെയ്യുമ്പോൾ കാറ്റടിക്കുന്നുണ്ട്. ആ സൈഡിൽ നിന്ന് കാറ്റടിക്കുന്നു, തിരമാലകൾ അടിക്കുമ്പോൾ ആ കപ്പലിൽ കെട്ടിയിരിക്കുന്ന രാഷ്ട്രപതാക താഴേക്ക് പോകുന്നു. കാറ്റടിച്ച് താഴേക്ക് പോകുമ്പോൾ ആ കപ്പിത്താന്റെ മകൻ ഒരു കുരങ്ങൻ കയറുന്നത് പോലെ ആ കൊടിമരത്തിന്മേൽ കയറി ആ രാഷ്ട്രപതാക അവിടെ സ്ഥാപിക്കുന്നു. അദ്ദേഹം തിരിച്ചിറങ്ങുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, വലിയ കാറ്റടിക്കുന്നു, തിരമാലകൾ അടിക്കുന്നു. അദ്ദേഹത്തിന് താഴേക്ക് നോക്കുമ്പോൾ പേടിയാകുന്നു. അദ്ദേഹത്തോട്, ആ പയ്യനോട് ആ കൂടെ നിൽക്കുന്നവർ പറയുന്നുണ്ട്, നീ താഴേക്ക് ചാടിക്കൊള്ളുവാൻ, പിടിക്കുവാനായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ചാടുന്നില്ല. സ്വന്തം പിതാവിനോട് ഇങ്ങനെ ചോദിക്കുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ പിതാവ് ഒരു നിമിഷം മുട്ടിന്മേൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ആ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പിതാവ് ഇങ്ങനെ പറയുന്നു, മകനെ, നീ താഴേക്ക് ഇറങ്ങുമ്പോൾ നീ മുകളിലേക്ക് നോക്കിക്കൊള്ളുവാനാണ് പറയുന്നത്. ആ സ്വർഗത്തിലേക്ക് നോക്കുവാനാണ് പറയുന്നത്. കർത്താവിനെ നോക്കിക്കൊണ്ട് യാത്ര താഴേക്ക് പോരുവാനാണ് പറയുന്നത്. അവൻ മുകളിലേക്ക് നോക്കിക്കൊണ്ട്, യേശുവിനെ നോക്കിക്കൊണ്ട്, ദൈവത്തെ നോക്കിക്കൊണ്ട്, മുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങുമ്പോൾ യാതൊരു അപകടവും അവന് സംഭവിക്കുന്നില്ല. ഇത് തന്നെയായിരിക്കട്ടെ ഇതിന്റെ സന്ദേശം എന്ന് പറയുന്നത്. നമ്മൾ യേശുവിനെ നോക്കിയാണ് യാത്ര ചെയ്യേണ്ടത്. ആ തളർന്നു കിടക്കുന്നവനെയും വീണ് കിടക്കുന്നവനെയും യേശുവിന്റെ അടുത്തേക്ക് എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്
നമുക്കുണ്ട്. നമ്മളൊരു കാര്യം മറന്നു പോകരുത്. ആ ക്രൗഡ് എന്ന് പറയുന്നത് ഒരു സഭയായിരിക്കാം, ഒരു സമൂഹമായിരിക്കാം. ആ സമൂഹത്തിന്റെ ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നില്ല. പക്ഷെ വിശ്വാസമുള്ളവൻ അവന്റെ ദൗത്യം ആ മേൽക്കൂര പൊളിച്ചുകൊണ്ട് അവനെ യേശുവിന്റെ അടുത്തേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നു. അവൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും യേശു അവന് രോഗസൗഖ്യം കൊടുക്കുന്നുണ്ട്. നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അവൻ വീണ്ടും അവിടെ നിന്ന് എണീറ്റ് പോകുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിലൂടെ പഠിക്കുവാനായിട്ട് സാധിക്കും. അവൻ തിരിച്ചിറങ്ങുമ്പോൾ മുകളിലൂടെയല്ല പോകുന്നത്. യേശു ഉള്ളിൽ കയറിയപ്പോൾ, യേശുവിൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ ആ ക്രൗഡ്, ആ ജനസഞ്ചയം മാറിക്കൊടുക്കുന്നു. യേശു ഉള്ളിലുള്ളവൻ്റെ യേശു ഉള്ളിലുള്ളത് കൊണ്ട് അവന് മാറിക്കൊടുക്കുന്ന ആ സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും യേശു ഉള്ളിലുള്ളവനെ ഒരുത്തരും തടയുവാനായിട്ട് സാധിക്കുകയില്ല. ഇതിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ അടുത്തേക്ക് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മാക്സിമില്ലൻ കോൾബേ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച്, ഒരു പുരോഹിതനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മാക്സിമില്ലൻ കോൾബേയുടെ കഥ എന്ന് പറയുന്ന അദ്ദേഹത്തെ അടുത്തിടെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹം ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ രക്ഷിക്കുന്നത് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഡെയിലി ആയിരക്കണക്കിന് യഹൂദന്മാരെ കൊന്നൊടുക്കുന്ന ചരിത്രം നമുക്കറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു മനുഷ്യനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ, കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ഈ മാക്സിമില്ലൻ കോൾബേ എന്ന് പറയുന്ന പുരോഹിതന് കേൾക്കുന്നുണ്ട്. അദ്ദേഹം ആ പട്ടാള മേധാവിയുടെ അടുത്തേക്ക് വരുന്നു. അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹത്തെ രക്ഷിച്ചുകൊള്ളുക, ഇദ്ദേഹത്തെ വെറുതെ വിട്ടുകൊള്ളുക, പകരം എന്നെ കൊല്ലുവാനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പട്ടാള മേധാവി ഒരു നിമിഷം ചിന്തിക്കുകയും അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം മാക്സിമില്ലൻ കോൾബേയെ ആ ക്യാമ്പിലേക്ക്, കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയും ഇദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാലങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തെ കത്തോലിക്ക സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഈ മനുഷ്യനും അവിടെ സാന്നിധ്യമുണ്ടായിരുന്നു. അദ്ദേഹം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇതുപോലെ രക്തസാക്ഷിയായ മനുഷ്യനെ കുറിച്ച് വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് കേട്ടപ്പോൾ ഈ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പുരോഹിതനായിരുന്നല്ലോ, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, ആ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തെ കൊടുത്ത ആ മാക്സിമില്ലൻ കോൾബേ വിശുദ്ധനായി തീർന്നു എന്ന് സഭാ ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതുപോലെ അനേക ചരിത്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരേണ്ട മനുഷ്യൻ യേശുവിന്റെ സാക്ഷിയായി മാറുമ്പോൾ മാത്രമേ ഇത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച്, ഒരു സിസ്റ്ററെ കുറിച്ച്, ഒരു നേഴ്സിനെ കുറിച്ച് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. അവര് അനേക യുദ്ധത്തിൽ തടവുകാരായി, യുദ്ധത്തിൽ പരിക്ക് പറ്റിയ അനേകരെ ശുശ്രൂഷിക്കുന്ന സമയത്ത് രാത്രികാലങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിറയുമ്പോൾ അവർക്ക് ഉറക്കമില്ല. അവർ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്, ഉറക്കത്തിൽ നിന്ന് ഒരു വിളക്കെടുത്തുകൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി കടന്നു പോകുമ്പോൾ മറ്റു രോഗികൾ ഇങ്ങനെ അവരെ കാണുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ലേഡി വിത്ത് ലാമ്പ് എന്നാണ് വിളിക്കുന്നത്, ആ വിളക്കേന്ത്യ വനിത എന്നാണ് വിളിക്കുന്നത്. ആ വിളക്കേന്ത്യ വനിതയുടെ ദൗത്യം എന്ന് പറയുന്നത് യേശുവിനെ പ്രതിയാണ് അവരങ്ങനെ ചെയ്തത്. തീർച്ചയായിട്ടും നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ വീണ് കിടക്കുന്ന അനേകരുണ്ട്. അനേകർ നമ്മൾക്കറിയാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ മക്കൾ നോക്കുന്നില്ല, രോഗിയായി കിടക്കുന്ന അമ്മ, രോഗിയായി കിടക്കുന്ന അപ്പൻ രോഗിയായി കിടക്കുന്നു, അമ്മയും രോഗിയായി കിടക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നില്ല, മരുന്ന് മേടിച്ചു കൊടുക്കുന്നില്ല. ആ പരിശുദ്ധാത്മാവില്ലാത്ത ആ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ, നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട് എങ്കിൽ, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകരുത്. അപ്പൊ ഇതുപോലെ അനേക കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ വീണ് കിടക്കുന്നവനെ എടുക്കുവാനുള്ള ദൗത്യം ക്രൈസ്തവ സഭയെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും ക്രൈസ്തവ സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് ആ വീണ് കിടക്കുന്നവനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ലോകമൊക്കെയും വാഴ്ത്തുന്ന മദർ തെരേസയ്ക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. മദർ തെരേസയെ നോബൽ പ്രൈസ് കിട്ടുന്ന ഒരു വേദിയിൽ അനുമോദിക്കുന്നതിന് വേണ്ടി കൂടിയിരിക്കുന്ന ഒരു വേദിയിൽ മദർ തെരേസയെ അതിൻ്റെ സ്വാഗത സംഘം ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്.
ആതുര ശുശ്രൂഷ രംഗത്തും പൊതുപ്രവർത്തക എന്ന് അഭിസംബോധന ചെയ്തപ്പോൾ മദർ തെരേസ തിരുത്തി പറയുന്നുണ്ട്, ഞാൻ പൊതുപ്രവർത്തകയല്ല, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ആ രക്ഷണ പ്രവർത്തകനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്ഷണ പ്രവർത്തനത്തിൻ്റെ ബാക്കി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞുകൊണ്ട് മദർ തെരേസ അവരെ തിരുത്തി പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നത് പോലെ മദർ തെരേസ ചെയ്തത് എന്ന് പറയുന്നത് ഈ ലോകത്തെ 54,000 പേരെ അവരോട് ചോദിക്കുന്നുണ്ട്, മദർ തെരേസയുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷം ഏത് എന്ന് ചോദിക്കുമ്പോൾ മദർ തെരേസ പറയുന്ന ഒരു മറുപടിയുണ്ട്. ഇങ്ങനെയാണ് മറുപടി പറയുന്നത്. മദർ തെരേസ ഒരു ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ കൽക്കട്ടയുടെ തെരുവിലൂടെ വിധവയായ ഒരു സ്ത്രീക്ക് ഒരു മകനുണ്ടായിരുന്നു. ആ ക്രിസ്മസ് കാലഘട്ടമായി ആയപ്പോൾ ഈ രോഗിയായി കിടക്കുന്ന വിധവയുടെ മകൻ മദർ തെരേസ ഇങ്ങനെ ഒരു അമ്മയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അമ്മയെ എനിക്ക് കേക്ക് തിന്നുവാൻ കൊതിയാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അക്രൈസ്തവയായ ആ അമ്മ മകനോട് ഇങ്ങനെ പറയുന്നു, മോനെ നീ യേശുവിനോട് പ്രാർത്ഥിക്കുവാനാണ് പറയുന്നത്. അവനിങ്ങനെ ദിവസങ്ങളോളം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അവൻ പ്രാർത്ഥിക്കും. രാവിലെ പോയി ഒരു ബേക്കറിയുടെ മുമ്പിൽ ഇങ്ങനെ നോക്കി നിൽക്കും, കൊതിയോടെ നോക്കി നിൽക്കും. ആരും അവനൊന്നും മേടിച്ചു കൊടുത്തിരുന്നില്ല. ഒരു ദിവസം മദർ തെരേസയും 6-7 സിസ്റ്റേഴ്സ് കൂടി ഇങ്ങനെ ആ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ഡിസംബർ മാസം 24-ാം തീയതി വൈകുന്നേരം ഇങ്ങനെ ഒരു ബേക്കറിയിൽ വന്ന് കുറേ പൊതികൾ, പലഹാരങ്ങൾ, കേക്കുകളൊക്കെ മേടിച്ച് മദർ തെരേസയും സിസ്റ്റേഴ്സും കൂടി ഇവങ്ങനെ നോക്കുമ്പോൾ, ആ തെരുവിലേക്ക് നോക്കുമ്പോൾ ആ റോഡിന്റെ അങ്ങേ സൈഡിൽ ഒരു ബാലൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടു. തീർച്ചയായിട്ടും മറ്റുള്ള സിസ്റ്റേഴ്സ് അത് കണ്ടില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞ മദർ തെരേസ മാത്രം ഇവനെ കണ്ടു. മദർ തെരേസ അവനെ കണ്ടപ്പോൾ ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞ മദർ തെരേസയ്ക്ക് മാത്രമേ അവനെ കാണുവാനായിട്ട് സാധിച്ചുള്ളൂ. വേദപുസ്തകത്തിൽ സുവിശേഷത്തിൻ്റെ വലിയൊരു കാര്യം, കാഴ്ചയുടെ സമൃദ്ധിയെക്കുറിച്ച് മർക്കോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. യേശു ക്രിസ്തു ഒരു കാഴ്ചയില്ലാത്ത മനുഷ്യന് കാഴ്ച കൊടുക്കുമ്പോൾ അവനോട് ചോദിക്കുന്നു, ക്രിസ്തു കാഴ്ച കൊടുത്തതിന് ശേഷം ചോദിക്കുന്നുണ്ട്, നീ എന്താണ് കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നു, ഇപ്പോൾ എനിക്ക് മനുഷ്യരെ കാണുമ്പോൾ മരങ്ങൾ പോലെയാണ് കാണുന്നത് എന്നാണ് അവൻ പറഞ്ഞത്. തീർച്ചയായിട്ടും മനുഷ്യരെ എന്തുകൊണ്ട് മരങ്ങളായിട്ട് കാണുവാൻ സാധിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് സഹജീവിയോട് ആ കരുണയില്ലാത്തത് കൊണ്ടാണ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ സഹോദരൻ മൈ ബ്രദർ സ്റ്റാൻഡ്സ് ഇൻ ദി മിസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ സഹോദരൻ ഒരു മഞ്ഞുപാളിക്കപ്പുറം നിൽക്കുന്നത് കാണണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന മദർ തെരേസ മാത്രമേ അവനെ കണ്ടുള്ളൂ. തീർച്ചയായിട്ടും യേശു യെരൂശലേമിന്റെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ശിഷ്യന്മാരൊക്കെയും ഉണ്ടായിരുന്നു. ആ തെരുവിലൂടെ അനേക വിളികൾ കേൾക്കുവാൻ സാധിക്കും. വീണ് കിടക്കുന്ന അനേകർ വിളിക്കുന്നുണ്ട്. പത്രോസിനെ വിളിക്കുന്നുണ്ട്, ശിഷ്യന്മാരെയൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ യേശുവിനെ വിളിക്കുമ്പോൾ യേശു മാത്രമേ ആ വിളി കേൾക്കുന്നുള്ളൂ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശു ആ വിളി കേട്ടപ്പോൾ ആ വിളിപ്പുറത്ത് നിന്ന കർത്താവിനെയാണ് യേശു അവൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് വേദപുസ്തകത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ മദർ തെരേസ അവനെ കണ്ടപ്പോൾ മദർ തെരേസ അവൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വിളിച്ചില്ല. മദർ തെരേസ അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ അടുത്തേക്ക് മെല്ലെ ചെന്നതിന് ശേഷം അവൻ്റെ കയ്യിലേക്ക് ആ കേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവൻ ഒരു ചോദ്യം മദർ തെരേസയോട് ചോദിച്ചു, അമ്മയാണോ യേശു എന്ന് ചോദിച്ചു. മദർ തെരേസ ഇങ്ങനെയാണ് തൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷം എന്ന് പറയുന്നത് അമ്മയാണോ യേശു എന്ന് ചോദിക്കുന്നതാണ്. എനിക്ക് അനേക സ്വീകരണങ്ങൾ കിട്ടിയിട്ടുണ്ട്, അനേക സർക്കാരുകളുടെ സ്വീകരണം കിട്ടിയിട്ടുണ്ട്, അനേക അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, മാർപ്പാപ്പായുടെ സ്വീകരണം കിട്ടിയിട്ടുണ്ട്, പത്രിയർക്കീസ്മാരുടെ സ്വീകരണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലേക്കാളൊക്കെ സന്തോഷം എന്ന് പറയുന്നത് അമ്മയാണോ യേശു എന്ന് ചോദിക്കുന്ന ആ ധന്യമായ നിമിഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷം എന്ന് പറയുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷം എന്ന് പറയുന്നത് യേശുവിനോട് കൂടി ജീവിക്കുവാൻ സാധിക്കുന്നതാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് ആ വീണ് കിടക്കുന്നവനെ സമൂഹത്തിൽ വേദന കൊണ്ട് ജീവിക്കുന്നവരെയും, സമൂഹത്തിൽ വീണ് കിടക്കുന്ന ആത്മീയമായി വീണവരുണ്ട്, ശാരീരികമായി വീണവരുണ്ട്, അവരെയൊക്കെയും യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ആ ദൗത്യം ഏറ്റെടുക്കുക എന്നുള്ള ആ ചുമതല മാത്രമേയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ വചന സന്ദേശത്തിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്
ആ വീണ് കിടക്കുന്നവനെ അവർക്കറിയാമായിരുന്നു, യേശുവിൻ്റെ സന്നിധിയിൽ എത്തിച്ചാൽ അവന് രക്ഷയുണ്ട് എന്ന് അവനറിയാമായിരുന്നു. അതുകൊണ്ട് അവർ യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചതുപോലെ ഈ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ആ തളർന്നു കിടക്കുന്നവനെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുവാനുള്ള ദൗത്യം നമ്മളിൽ നിക്ഷിപ്തമാണ്. നമ്മൾ മറന്നു പോകരുത്. ക്രൈസ്തവ സഭയുടെ ദൗത്യം അത് തന്നെയാണ്. നമ്മൾക്ക് ഇന്നത്തെ ചിന്താവിഷയം യേശുവിൻ്റെ സന്നിധിയിലേക്ക് വീണ് കിടക്കുന്നവനെ എത്തിക്കുവാനുള്ള ദൗത്യം നമ്മുടേതാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലൂടെ നമ്മളതാണ് പഠിച്ചത്. ആ തളർന്നു കിടക്കുന്നവനെ തളരാത്ത ആ മനുഷ്യരെയാണ്, 4 പേരുടെ കഥയാണ് നമ്മൾ പഠിച്ചത്. നമ്മൾക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവായ യേശുവേ, മർക്കോസിന്റെ സുവിശേഷത്തിലൂടെ പഠിച്ചിരിക്കുന്ന നമ്മൾ ഇന്നൊരു ദൗത്യം ഏറ്റെടുക്കുവാൻ നമ്മൾ തീരുമാനിക്കുന്നു. ആ തളർന്നു കിടക്കുന്നവനെയും വീണ് കിടക്കുന്നവനെയും യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുവാനുള്ള ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു കർത്താവേ. ഈ സമൂഹത്തിൽ അനേക പേർ വീണ് കിടക്കുന്നുണ്ട്. ഈ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ വേദന മാറ്റുവാനുള്ള ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനാണ്. നമ്മൾ മറന്നു പോകരുത്. നമ്മൾ യേശുവിൻ്റെ മക്കളാണ്. നോഹയോട് പെട്ടകം പണിയുമ്പോൾ ഈ കർത്താവ് യഹോവയായ ദൈവം പറയുന്നുണ്ട്, മോശയെ നിന്റെ പെട്ടകത്തെ പണിയുക, പക്ഷേ നീ പെട്ടകം പണിയുമ്പോൾ നീ ഒന്നും മറന്നു പോകരുത്. എൻ്റെ അളവനുസരിച്ചാണ് നിന്റെ പെട്ടകത്തെ പണിയേണ്ടത്. എൻ്റെ അളവ് എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ വചനങ്ങളാണ്. ആ വേദപുസ്തകത്തിലെ പറയുന്ന അളവനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ, നമ്മുടെ പെട്ടകത്തെ പണിയുന്നുവെങ്കിൽ, നമ്മുടെ വീടിനെ പണിയുന്നുവെങ്കിൽ, നമ്മളെ ആ പെട്ടകം പണിത് കഴിയുമ്പോൾ അതിനെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ കർത്താവിനാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. ആദ്യം കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവാൻ പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യേശുവിൻ്റെ നീതിയും സത്യവും അന്വേഷിക്കുമ്പോൾ നമ്മളെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കർത്താവിനാണ്. നമ്മൾ അനേക പേർ രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട്, അനേക പേർ പട്ടിണി കൊണ്ട് വലയുന്നവരുണ്ട്, അനേകർ തളർന്നു കിടക്കുന്നവരുണ്ട്. നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, മർക്കോസിന്റെ സുവിശേഷത്തിലൂടെ ആ തളർന്നു കിടക്കുന്നവനെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്ന തളരാത്ത 4 പേരുടെ കുറിച്ചാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കർത്താവെ, ഞങ്ങൾ ഇന്നൊരു കാര്യം തീരുമാനിക്കുന്നു. ആ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും യേശുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനുള്ള ദൗത്യം ഞങ്ങൾ ഏറ്റെടുക്കുന്നു കർത്താവെ. അനേക രോഗങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട്, ക്യാൻസർ കൊണ്ട് വലയുന്നവരുണ്ട് കർത്താവെ. തീർച്ചയായിട്ടും യേശുവിൻ്റെ ക്രൂശിൻ്റെ പാതാരബിന്ദങ്ങളിലേക്ക് അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. ആ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവരുണ്ട്, അവരുടെ പ്രാർത്ഥനാ വിഷയം യേശുവിൻ്റെ ക്രൂശിൻ്റെ പാതാരബിന്ദങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. സകല പ്രാർത്ഥനാ വിഷയങ്ങളും യേശുവിൻ്റെ ക്രൂശിൻ്റെ പാതാരബിന്ദങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ആമീൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളെല്ലാവരുടെ മേലും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ സമർപ്പിച്ച വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നും എല്ലാ നാളും വർദ്ധിക്കുമാറാകട്ടെ. ആമീൻ.